എന്താണ് പടച്ചവന്റെ മാപ്പ്? അത് നമ്മൾ പഠിക്കണം. ഇത് പറയുന്നത് എന്തിനാണ്? വഴിവിട്ട ജീവിതത്തോടുകൂടി, മലീമസമായ ജീവിതത്തോടുകൂടി നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു സമൂഹം, ആ സമൂഹം വീണ്ടും മതപതനത്തിന്റെ അധമഭാവത്തിലേക്ക് പതിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇനിയും സമയമുണ്ട്. സർവശക്തനായ, സർവാധിനാഥനായ, സർവഗുണസമ്പൂർണനായ, സർവജ്ഞനായ, സർവേശ്വരനായ അല്ലാഹുവിന്റെ മുന്നിൽ രണ്ട് കരങ്ങൾ നീട്ടിയിട്ട് അവന്റെ അഫുവിനെ ചോദിക്കാൻ ഇനിയും വൈകിയിട്ടില്ല. നമ്മൾ ഇതുവരെ ചെയ്ത മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറഞ്ഞ് റബ്ബേ ഇനിയെങ്കിലും നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നമുക്കിനിയും അവസരങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏതൊരു തിന്മയും ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് പടച്ചവനെ, നാളെ പ്രവിശാലമായ പരലോകത്ത് ഒരിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട്, ആ അരുണന്റെ കിരണമേറ്റുകൊണ്ട്, ചെമ്പുത്തറ താപം കൊണ്ട് അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞാൻ എത്തപ്പെടുന്ന സമയത്ത് കോടാനകോടി സൃഷ്ടികളുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നോട് നിന്റെ മാപ്പ് ചോദിക്കുമെന്ന് പറയാൻ, ഇവിടെ തിന്മകൾ ചെയ്തു കൂട്ടിയിട്ട് വലിയ വലിയ പാപങ്ങളുടെ പാപവേരമേറിയിട്ട് എന്റെയും നിങ്ങളുടെയും മോശമായ ജീവിതത്തിന്റെ മധ്യയെ പടച്ചവനോട് പറയാനുള്ള ഒരു പ്രതിജ്ഞയ്ക്കോ അല്ലെങ്കിൽ പടച്ചവനോട് പറയാനുള്ള ഒരു തയ്യാറെടുപ്പിനോ പറയുന്നതല്ല. പിന്നെയോ അബൂ സുലൈമാനു ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ മുനാജാത്തിൽ അല്ലാഹുവിനോട് നാളെ നിന്റെ മുന്നിൽ വരുമ്പോൾ ഈ അബൂ സുലൈമാനു ദാറാനി എന്ന ഈ പാവപ്പെട്ടവനെ തെറ്റുകൾ ചെയ്തു പോയി എന്ന് നീ പറഞ്ഞാൽ, അല്ലാഹുവേ ഞാൻ അവിടെ വെച്ച് നിന്നോട് ചോദിക്കുന്നതിൽ നീ വലിയ മാപ്പ് ഇഷ്ടപ്പെടുന്നവനല്ലേ, പൊറുക്കുന്നവനല്ലേ, ഗഫാറല്ലേ, നീ വലിയ കരുണയുള്ളവനല്ലേ തമ്പുരാനെ, എനിക്കും നീ കാരുണ്യം തരണോ. നിന്റെ കരുണയുടെ ഒരു ഭാഗം കൊണ്ട് എന്നെ രക്ഷിക്കുന്നവരോട് പറയാനുള്ളത്, പാപം ചെയ്യാനുള്ള അവസരത്തിനോ പാപം ചെയ്യാനുള്ള പെർമിഷനോ വേണ്ടിയിട്ടല്ല. പിന്നെയോ പാപങ്ങളാൽ ജീവിതം പൊറുമുട്ടി നിൽക്കുമ്പോ ഇനി ഒരു വേള റബ്ബിന്റെ മുമ്പിൽ എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് മാറാറ്, മാറ്റത്തിന്റെ മാറ്റൊരു സൃഷ്ടിക്കാൻ, പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിലേക്കൊന്ന് മടങ്ങി വരാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യ മുറുകെ പിടിക്കാൻ, അല്ലാഹു ഇഷ്ടപ്പെട്ട ദീനാകുന്ന ഇസ്ലാമിന്റെ വക്താക്കളായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ഒരവസരം നമ്മുടെ മുന്നിൽ ഇനിയും ബാക്കിയുണ്ട് എന്ന ചിന്തയ്ക്ക് വേണ്ടിയാ, എന്ന ഒരു ആത്മവിചിന്തനത്തിന് വേണ്ടിയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ വഴിമാറ്റി വിടണേ സഹോദരങ്ങളെ. ഒരു ദിവസം മുടങ്ങാതെ 17 പ്രാവശ്യം അല്ലാഹുവിനോട് ചോദിക്കുമല്ലോ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ എനിക്ക് മുസ്തഖീമായ പാതയിലേക്ക് ഹിദായത്ത് തരണേ, മുസ്തഖീമായ പാതയിലേക്ക്, യഥാർത്ഥ വഴിയിലേക്ക് എന്നെ നീ നടത്തണമെന്ന് ദുആ ചെയ്യുമ്പോ 17 പ്രാവശ്യം നിർബന്ധമായി ഫാത്തിഹയിലൂടെ 5 നേരത്തെ നമസ്കാരത്തിലൂടെ ദുആ ചെയ്യുന്ന വിശാലമായവനാണ്, കാരുണ്യം വിശാലമായവനാ, അല്ലാഹു മാപ്പ് കൊടുക്കുന്നവനാണ്. എത്രത്തോളം എന്നറിയോ? മഹാനായ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗത്തിലേക്ക് വരികയാ. എന്തേ സഹോദരങ്ങളെ, സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം നബി തങ്ങൾ സഹാബത്തും ഒരു വിശാലമായ യാത്ര ചെയ്യുകയാ. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ തന്റെ പ്രിയപ്പെട്ട സഹാബത്തുമായിട്ട് യാത്രയിലാണ്. ആ സമയത്ത് ഒരു പക്ഷിക്കുഞ്ഞ്, ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ ഒരു പാവപ്പെട്ട സഹാബി ചെന്ന് കയ്യിലെടുക്കുകയാ. ആ പക്ഷിക്കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് തന്റെ മടിത്തട്ടിലേക്ക് വെച്ചതിനെ ലാളിക്കുകയാ. അതിന്റെ തലയിൽ ഓടിപ്പാറി വരികയാണ് തള്ളപ്പക്ഷി. ആ തള്ളപ്പക്ഷി ചിറകടിച്ച് പറന്ന് തന്റെ മുന്നിലേക്ക് കടന്നു വന്നു. നബിയും സഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് ജനങ്ങൾ ഇരിക്കുകയാണെന്ന ബോധമില്ല, ജനങ്ങൾ ഇരിക്കുകയാണെന്ന ചിന്തയില്ല. ആ ജനങ്ങൾ എന്നെ
ഉപദ്രവിച്ചാലോ എന്നെ പിടിച്ച് കൂട്ടിലടച്ചാലോ ആ ഒരു ചിന്തയില്ലാതെ തള്ളപ്പക്ഷി അതാ പാറി പറന്ന് ചിറകടിച്ച് താഴോട്ട് വരികയാ. ഓടി വന്ന് ചിറകടിച്ച് പാറി പറന്ന് വന്ന് ആ സഹാബിയുടെ മടിയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ഭുതമായി. സഹാബത്ത് നോക്കി നിൽക്കുമ്പോ ഹബീബായ നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അജബാ അജബന അജബാ, എന്തൊരത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്. ആളുകൾ ഇത്രയും തിങ്ങിപ്പാട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിബിഡമായ ജനനിബിഡമായ ഈ സദസ്സിൽ ആ തള്ളപ്പക്ഷി ഇറങ്ങി വന്ന് നിന്റെ മടിത്തട്ടിൽ കയറി ഇരുന്ന രണ്ടിന്റെ പേരിലെന്നറിയോ? റഹ്മത്തല്ലി വലദിഹി. തന്റെ ജീവൻ പോയാലും വേണ്ടില്ല, താൻ കൂട്ടിലടക്കപ്പെട്ടാലും വേണ്ടില്ല, തന്റെ ആ പക്ഷിക്കുഞ്ഞുണ്ടല്ലോ, പക്ഷിക്കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ, ആ പക്ഷിക്കുഞ്ഞിനെ തന്റെ ചിറകിനടിയിലേക്ക് ഒളിപ്പിച്ച് നിർത്താൻ, തനിക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ, തന്റെ തള്ളപ്പക്ഷി തന്റെ ചൂട് തന്റെ ആ കുഞ്ഞു പക്ഷിക്കൊന്ന് പകർന്നു കൊടുക്കാൻ റഹ്മത്തല്ലി വലദിഹി കുഞ്ഞിനോടുള്ള കാരുണ്യത്തിന്റെ പേരിലാണ് ആ തള്ളപ്പക്ഷി ആളുകളുടെ ഇടയിലേക്ക് പറന്നിറങ്ങിയതെന്ന് റസൂലുള്ള പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ വിഷയം അവിടെയല്ല. കാരുണ്യത്തിന്റെ തിരുദൂതൻ അവിടെ നിന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. എന്തെന്നറിയോ? എന്നെ എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, കോവിഡ് അതിന്റെ രൗദ്രതയിലും അതിന്റെ ഏറ്റവും വലിയ കാഠിന്യതയിലും ഉണ്ടാകുമ്പോ നമ്മൾ ചിന്തിക്കുന്നത്, എന്തേ പടച്ചവൻ ഇത്ര കരുണയില്ലാത്തവനാണോ? എന്തേ പടച്ചവൻ ഇത്ര കാരുണ്യമില്ലാത്തവനാണോ? നിരീശ്വരവാദികളൊക്കെ പറയാൻ തുടങ്ങി, എന്ത് പടച്ചവനാടാ, എന്ത് പടച്ചവനാടാ. അല്ലാഹു ഉണ്ടെങ്കിൽ അവനെ സുജൂദ് ചെയ്യുന്ന ആളുകളെ രക്ഷപ്പെടുത്തൂലേ? അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ പറയുന്ന, അങ്ങനെ പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത്, അല്ലാഹു കരുണയില്ലാത്ത കഠിനഹൃദയനല്ല. അല്ലാഹു കാരുണ്യം ചൊരിയാത്ത കാഠിന്യതയുടെ പ്രതീകമല്ല. അല്ലാഹുവിന്റെ കരുണ നിങ്ങൾക്കറിയണോ? അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്കറിയണോ? ഒരു തള്ളപ്പക്ഷി അതിന്റെ ചിറകിനടിയിൽ ഒളിപ്പിക്കാൻ തന്റെ കുഞ്ഞു പക്ഷിയുടെ മുമ്പിലേക്ക് പറന്നിറങ്ങിയെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലല്ലാഹു അർഹമു ബി അബ്ദിഹിൽ മുഅ്മിനീൻ. അവനെ വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരു ദാസനോട് അല്ലാഹുവിന്റെ കരുണ ഏതുപോലെയോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അർഹമു, ഏറ്റവും വലിയ കാരുണ്യമാണ്, ഏറ്റവും വലിയ കരുണയാണ് ബി അബ്ദിഹിൽ മുഅ്മിനി, തന്റെ മുസ്ലിമായ മുഅ്മിനായ ദാസനോടല്ല കാണിക്കുന്നത്. ഈ തള്ളപ്പക്ഷിക്ക് അതിന്റെ കുഞ്ഞുപക്ഷിയോടുള്ള കാരുണ്യത്തെക്കാൾ സ്നേഹത്തെക്കാൾ അല്ലാഹുവിനവന്റെ മുഅ്മിനായ അടിമയോട് കരുണയാണ്, സ്നേഹമാണ്, വാത്സല്യമാണ്. അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്, അവൻ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നതാണ്. ഏതിനേക്കാൾ? ആ തള്ളപ്പക്ഷി തന്റെ കുഞ്ഞു പക്ഷിയോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ, സ്നേഹത്തെക്കാൾ. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിലെ കാണാം, ഒരു മാതാവിന് തന്റെ പൊന്നുമോനോടുള്ള സ്നേഹമുണ്ടല്ലോ, ഒരു മാതാവിന് തന്റെ പൊന്നുമോളോടുള്ള സ്നേഹമുണ്ടല്ലോ, കരുതലുണ്ടല്ലോ, വാത്സല്യമുണ്ടല്ലോ. വാപ്പ മീശ പിരിച്ചിട്ട് വീട്ടിൽ നിന്ന് പറക്കി വിട്ടാൽ, വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ചാൽ, ആരും കാണാതെ അടുക്കളയുടെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന് പാതിരാത്രിയിൽ ചോറ് വിളമ്പി കൊടുക്കുന്ന പൊന്നുമ്മയുണ്ടല്ലോ, പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ. ആരിറക്കി വിട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് ഇറക്കി വിടാത്ത ഉമ്മയുണ്ടല്ലോ, മാതൃഹൃദയമുണ്ടല്ലോ. ആ മാതാവിന് തന്റെ പുത്രനോട് പുത്രിയോടുള്ള സ്നേഹത്തെക്കാൾ 100 ഇരട്ടി സ്നേഹമാണ് അല്ലാഹുവിന് തന്റെ ദാസന്മാരോടുള്ളത്, അല്ലാഹുവിന് തന്റെ അടിമകളോടുള്ളത്. മാതാവിന് പുത്രനോട് പുത്രിയോടുള്ള വാത്സല്യത്തെക്കാൾ 100 ഇരട്ടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോ, അല്ലാഹു അർഹമു ബിഹാദാ, ഈ
പക്ഷിയേക്കാൾ അല്ലാഹു മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ കാരുണ്യമുണ്ടെന്ന് പറയുമ്പോ അബൂ സുലൈമാനുദ്ദാറാനി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് നടത്തിയ മുനാജാത്തിലെ ആ സംഭാഷണമുണ്ടല്ലോ, അല്ലാഹുവേ ലൈന താലബ്തുനി ബിദംബി, എന്റെ പാപങ്ങൾ എന്നെ പറഞ്ഞ് എന്നെ നീ നാളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ലാ തുലുബന്നക ബിഅഫ്വിക റബ്ബേ, പടച്ചവനെ നിന്റെ അഫ്വ് ഞാൻ നാളെ പരലോകത്ത് ചോദിക്കും, ആ അഫ്വ് നീ അന്ന് എനിക്ക് തരണേ തമ്പുരാനെ. അബൂ സുലൈമാനുദ്ദാറാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ രഹസ്യ സംഭാഷണത്തിന്റെ ശകലമാണ് ഞാൻ പറഞ്ഞത്. ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള സ്നേഹം. എത്ര വലിയ പാപം ചെയ്താലും ആ പാപത്തിന്റെക്കാൾ വിശാലമാണ് അവന്റെ കാരുണ്യം. അതാണ് നമ്മൾ എത്ര വലിയ പാപം ചെയ്താൽ കടലിന്റെ നുരയേക്കാൾ, കടലിലെ പതയേക്കാൾ. അതുകൊണ്ടാണ് ഒരു മഹാന് പറയുകയാണ്, യാ റബ്ബി ഇനഅലുമത് ദുനൂബി കസറതാ ദുബി അൻഫുക അഅലമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമു മാലിലൈക വസീലതുൻ ഇല്ലർറജാ. ഞാനൊരു പാപിയാണ്, ഞാൻ ജീവിതത്തിൽ ധിക്കാരം ചെയ്തവനാണ്, ഞാൻ നിരവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട് തമ്പുരാനെ. പാപത്തിന്റെ കറകളാണ് എന്റെ കരങ്ങളിലുള്ളത്, പാപത്തിന്റെ കറ പുരണ്ട ഹൃദയമാണ് എനിക്കുള്ളത്. ഒക്കെ പടച്ചവനെ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, യാ റബ്ബി ഇനഅലുമത് ദുനൂബി കസറതാ ഫലഖദ് അലിംതു ബിഅന്ന ഫവക അഅലമു. ഞാൻ ഉഹുദ് മലയോളം പാപം ചെയ്താൽ, പർവ്വത സമാനമായ പാപങ്ങൾ ചെയ്താൽ, മാനം മുട്ട പാപങ്ങൾ ചെയ്താൽ, അല്ലാഹുവേ ഫലഖദ് അലിംതു ബിഅന്ന ഫവക അഅലമു, നിന്റെ അഫുണ്ടല്ലോ, നീ മാപ്പ് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായമുണ്ടല്ലോ, അത് എന്റെ പാപങ്ങളെക്കാൾ അഅലമാണ് അല്ലാ, അതിനേക്കാൾ മുകളിലാണ് റബ്ബേ, അതിനേക്കാൾ മുകളിലാണ് റബ്ബേ. ഇന്നലെ വരെ പലിശ തിന്നു പോയ മുസ്ലിമേ, ഇന്നലെ വരെ കള്ളു കുടിച്ചു പോയ മുസ്ലിമേ, ഇന്നലെ വരെ ഏതെല്ലാം തിന്മകളിൽ ആറാടിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ മുന്നിൽ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാന്റെ മുമ്പിൽ കരഞ്ഞു ദുആ ചെയ്തോ, എന്റെ റബ്ബേ, ജീവിതത്തിന്റെ ഇന്നലകളിൽ പലിശയുടെ കണക്കേ ഉള്ളൂ, ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ എനിക്ക് പറയാറുള്ളത് മദ്യപാനത്തിന്റെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ കുടിച്ചതിന് കണക്കില്ല അല്ലാ, ഞാൻ മോഷ്ടിച്ചതിന് കണക്കില്ല അല്ലാ, ഞാൻ പലിശ വാങ്ങിയതിന് കണക്കില്ല റബ്ബേ, ഞാൻ ചെയ്തു പോയ അപരാധങ്ങൾക്ക് കണക്കില്ല റബ്ബേ. പക്ഷെ അല്ലാഹുവേ, എനിക്ക് ഒന്നറിയാം, ഫലഖദ് അലിംതു ബിഅന്ന ഫവക അഅലമു, നിന്റെ മാപ്പ്, നീ മാപ്പ് കൊടുക്കുന്നത് ഇതിനേക്കാളൊക്കെ മുകളിലാണല്ലോ, ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നിന്റെ അഫ്വ്. കടലിലെ പതയേക്കാൾ നുരയേക്കാൾ പാപങ്ങൾ ഞാൻ ചെയ്താൽ അതിനേക്കാൾ എത്രയോ ഔസാണ്, അഅലമാണ് നിന്റെ മാപ്പ്, നിന്റെ അഫ്വ്. അതുകൊണ്ട് പടച്ചവനെ, എനിക്ക് നീ മാപ്പ് തരണമെന്ന് റബ്ബിനോട് പറ. ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമു. ഇനി ആളുകൾ പറയുന്നത് പോലെ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നവന് മാത്രമേ റബ്ബ് പുറത്തു കൊടുക്കോളെങ്കിൽ, നിസ്കാരമുള്ളവന് മാത്രമുള്ള പടച്ചവനാണെങ്കിൽ സങ്കടക്കഥകൾ പറയാ, ഹജ്ജിന് പോയവന് മാത്രമേ പടച്ചവന്റെ വാതിൽക്കലെത്താൻ പറ്റോളെങ്കിൽ, സഹോദരങ്ങളെ ചോദിക്കുകയാണ്, ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമു. ഇവിടെ തിന്മ ചെയ്തവർ ആരുടെ മുമ്പിൽ പോകും? ഇവിടെ കള്ളു കുടിച്ചവൻ ആരുടെ മുന്നിൽ പോകും? ഇവിടെ വ്യഭിചരിച്ചവൻ ആരുടെ മുന്നിൽ പോകും? ഇവിടെ പലിശ വാങ്ങിയവൻ ആരുടെ മുന്നിൽ പോകും? ഇവിടെ നമസ്കാരക്കാർക്ക് മാത്രമാണ് പടച്ചവനെങ്കിൽ, നോമ്പ് പിടിക്കുന്നവന് മാത്രമാണ് പടച്ചവനെങ്കിൽ, സക്കാത്ത് കൊടുക്കുന്നവന് മാത്രമാണ് പടച്ചവനെങ്കിൽ, ഇവിടെ അല്ലാഹുവിന് വേണ്ടി ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, തസ്ബീഹ് ചൊല്ലുന്ന, തഹ്ലീൽ ചൊല്ലുന്ന, തഹ്മീദ് ചൊല്ലുന്ന ഇവിടത്തെ സാലിഹീങ്ങളായ ആളുകളെ വിളിച്ചാൽ മാത്രമേ പടച്ചവൻ മറുപടി കൊടുക്കോളെങ്കിൽ
അവർക്ക് മാത്രമേ റബ്ബിന്റെ വാതിൽക്കൽ തുറന്നു കൊടുക്കുകയുള്ളൂ എങ്കിൽ ഇവിടത്തെ തെമ്മാടികൾ പിന്നെ ആരുടെ മുമ്പിൽ പോകും? ഇവിടത്തെ കള്ളുകുടിയന്മാർ ആരുടെ മുന്നിൽ പോകും? ഇവിടത്തെ പാപികൾ ആരുടെ മുന്നിലാ പോവുക? അല്ലാഹുവേ, നിന്റെ മുന്നിലല്ലാതെ വേറെ ആരുടെ മുന്നിലാ ഞങ്ങൾക്ക് വരാനുള്ളത്? അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പാപിയാണ് റബ്ബേ. നിസ്കാരക്കാരൻ മാത്രമേ നിന്റെ മുമ്പിൽ വരോളെങ്കിൽ പിന്നെ ഞാൻ എങ്ങോട്ട് പോട്ട് തമ്പുരാനെ? ഞാൻ എങ്ങോട്ടാ പോവുക? ഞാൻ ആരുടെ മുന്നിലാ കൈനീട്ടുക? ആരുടെ മുന്നിലാ എന്റെ ഹൃദയമൊന്ന് തുറന്നു വെക്കുക? ആരുടെ മുന്നിലാണ് എന്റെ സങ്കടത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു വെക്കുക? അല്ലാഹുവേ, നീ ഹജ്ജ് ചെയ്തവർക്ക് മാത്രമേ പാപം പൊറുക്കുകയുള്ളൂവെങ്കിൽ, നോമ്പ് പിടിക്കുന്നവർക്ക് മാത്രമേ അവരുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുകയുള്ളൂ എങ്കിൽ, നിസ്കരിക്കുന്നവന് മാത്രമേ നീ ഭൗതികമായ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുകയുള്ളൂ എങ്കിൽ, എന്നെ പോലുള്ള പാപികൾ പിന്നെ ആരുടെ മുന്നിലാ പോവുക? ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത് തമ്പുരാനെ? അതുകൊണ്ട് ഈ പാപി പറയുകയാണ്, എന്റെ പാപങ്ങളെക്കാൾ മുകളിലാണ് നിന്റെ അഫ്വ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാപിയായ ഞാൻ നിന്നോട് പറയുന്നു, മാലി ഇലൈക വസീലത്തുൻ ഇല്ലർ റജാ വജമീല അഫ്വിക സുമ്മ ഇന്നി മുസ്ലിമൂ. മാലി ഇലൈക വസീലത്തുൻ ഇല്ലർ റജാ, എന്നെയും നിന്നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്റെ ആഗ്രഹങ്ങൾ മാത്രമാണ് തമ്പുരാനെ. ഞാൻ വലിയ നിസ്കാരക്കാരനോ ഒന്നുമല്ല, പക്ഷേ എന്റെ മനസ്സിലുള്ള പ്രതീക്ഷകളാണ് നിന്നിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത്. നിന്റെ നല്ല മാപ്പുണ്ടല്ലോ, നീ മാപ്പ് കൊടുക്കുന്ന നിന്റെ അഫുണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ നിന്റെ മുന്നിൽ ചോദിക്കുന്നത്. എന്റെയും നിന്റെയും ഇടയിൽ ആകെയുള്ള ബന്ധം അത് മാത്രമാണ്. തുമ്മ ഇന്നി മുസ്ലിമോ, പിന്നെ ഒന്നുമല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം അല്ലേ തമ്പുരാനെ? ആ ഒരു ഉറച്ച നിലപാട്, ആ ഒരു ഉറച്ച ആഗ്രഹം, ആ ഒരു ഉറച്ച പ്രതീക്ഷയിൽ നീട്ടൂ സഹോദരിമാരെ. റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടുവോ? ഭൗതികമായ വിഷമങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരമാണ് അല്ലാഹു നിങ്ങൾക്ക് ഔദാര്യം ചെയ്യുന്ന അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങളെ സമ്പൽ സമൃദ്ധിയിലാക്കിയ സംശയമില്ല. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? നീട്ടുക റബ്ബിനോട് കരങ്ങൾ. ആ കരങ്ങൾ പടച്ച തമ്പുരാ തട്ടിക്കളയില്ല. കാരണം ആർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു സൃഷ്ടാവ്, ഒരേ ഒരു സംരക്ഷകന്, ഒരേ ഒരു സംഹാരകൻ, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ഇവിടെ അവനെ അനുസരിക്കുന്നവർക്ക് മാത്രമേ അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുള്ളെങ്കിൽ, ഇവിടെ അവനെ അനുസരിക്കാത്തവർ എവിടെ പോയി ഭക്ഷണം തേടും? എവിടെ പോയി ഭക്ഷണം തേടും? ബദർ യുദ്ധം നടക്കുമ്പോ മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട സഹാബത്തും ദുആ ചെയ്തത് അള്ളാഹുവിനോടാണ്. നീ രക്ഷപ്പെടുത്തണം റബ്ബേ. മറുഭാഗത്ത് അബൂജഹലും കൂട്ടരും ദുആ ചെയ്യുന്നത് ആരോടാണ്? അള്ളാഹുവിനോട്. അവരും ദുആ ചെയ്യുന്നത് പടച്ചവനോടാണ്. നീ രക്ഷപ്പെടുത്തണം പടച്ചവനെ. ആരെ? ഏതാണോ നീതിയുടെ പക്ഷത്തുള്ളത്, ഏതാണോ സത്യസന്ധമായിട്ടുള്ളത്, അതിനെ നീ രക്ഷപ്പെടുത്തണം, അല്ലാത്തതിനെ പരാജയപ്പെടുത്തണം. അവരും ദുആ ചെയ്യുന്നു. രണ്ടു കൂട്ടരും ദുആ ചെയ്യുന്നത് പടച്ചവനോടാ. കാരണം എന്താ? ഇവിടത്തെ തെമ്മാടികൾക്ക് പിന്നെ അല്ലാഹ് അല്ലാതെ പിന്നെ ആരാ ഉള്ളത്? മുജ്രിം എന്ന് പറഞ്ഞ തെമ്മാടി. ഇവിടെ കുഴപ്പം കാണിക്കുന്നവൻ, അവർക്കും റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എക്കാലവും തിന്മകൾ ചെയ്തിട്ട് റബ്ബിന്റെ അടുത്ത് എന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാമെന്നല്ല ഈ പറയുന്നത്. മറിച്ച് എത്ര വലിയ തിന്മകൾ ചെയ്താലും നമുക്ക് അവസാനം ചെല്ലാൻ പറ്റിയ നമ്മുടെ റബ്ബ് മാത്രമേ ഉള്ളൂ. നമ്മുടെ റബ്ബിനെ പോലെ പൊറുക്കുന്ന വേറെ ആരാ ഉള്ളത്? നമ്മുടെ റബ്ബിനെ പോലെ പൊറുക്കുന്നവൻ വേറെ ആരാ ഉള്ളത്? ഒരു മനുഷ്യനുമില്ല, ഒരാളുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു സഹായിയുമില്ല. ഇല്ലല്ലാഹ്, എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ റബ്ബിനോട് ചോദിക്കുക. എന്തിനും അടിക്കണം? നമ്മുടെ റബ്ബിന്റെ ആ പാപം പൊറുക്കുന്ന ഒരായത്ത്, ഒറ്റ ആയത്ത് ഞാൻ പറയാം. സൂറത്തുൻ നിസായിലെ ഒരായത്ത്. എന്താണെന്നറിയോ? ശ്രദ്ധിക്കണം. ഇവിടെ അഫ്വ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഞാനൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് അതാ ഞാൻ നേരത്തെ നിസാർ ഉസ്താദിനോട് പറഞ്ഞത്. ഗ്രാമപ്രദേശമാകുമ്പോ മനോഹരമായിട്ട് വയല് പറയാൻ പറ്റും. ഞാനതുകൊണ്ട് ഡേറ്റ് ഉണ്ടോ എന്നോട് ചോദിച്ചു.
ഉണ്ട്, ഡേറ്റ് ഉണ്ട്. അപ്പോഴേ കൊടുത്തു. എനിക്കറിയാം 3 മുക്കിൽ ആളെത്ര കൂടും, 3 മുക്കിൽ എന്താണ് ഒക്കെ അറിയാം. പക്ഷെ അതല്ലല്ലോ, നല്ല പോലെ വഴതു പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങൾ. സ്നേഹിക്കാൻ അറിയുന്ന നാട്ടുകാർ. എന്താ കാര്യം എന്നറിയോ? ജീവിതത്തില് അന്നന്നത്തെ വക കണ്ടെത്താൻ അന്നന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനെ വിയർപ്പിന്റെ മണമുള്ള, അധ്വാനത്തിന്റെ മഹത്വം അറിയുന്ന, വേദന എന്തെന്നറിഞ്ഞിട്ടുള്ള, പട്ടിണി എന്തെന്നറിഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിലേ ദീൻ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. ദുനിയാവിന്റെ ശീതളിമയിൽ, ദുനിയാവിന്റെ പ്രസരിപ്പിൽ, ദുനിയാവിന്റെ പ്രൗഢിയിൽ, ജാടയിൽ കഴിയുന്ന ഒരു സമൂഹത്തിനോട് അള്ളാഹയെ പറ്റി പറഞ്ഞാൽ ഓ എന്തല്ല അവൻ ചോദിക്കും, എന്തല്ല ഇതൊക്കെ നിങ്ങൾ കുറെ നാൾ കൊണ്ട് പറയല്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കും. പക്ഷേ വേദന എന്തെന്നറിഞ്ഞ ഒരു സമൂഹം. ഗ്രാമപ്രദേശങ്ങൾ അങ്ങനെയാണ്, ഗ്രാമപ്രദേശങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ നാട്ടുകാർക്ക് ഇസ്സത്തും റിഫഅത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ ആയത്ത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞത് അഫ്വ് എന്നാണ്. അഫ്വ്, മാപ്പ്. നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ചാലേ ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവും. ചരിത്രങ്ങൾ കേട്ടോണ്ട് എണീറ്റ് പോകലല്ല. ചരിത്രം പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാൻ ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ? ചരിത്രങ്ങൾ രചിക്കണം. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം. ഒരായത്ത് സൂറത്ത് നിസായിലെ ഒരായത്താണ്. ഫഇന്നല്ലാഹ കാന അഫ്വൻ ഖദീറാ. ഒരു വലിയ ആയത്തിന്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്. ഫഇന്നല്ലാഹ കാന അഫ്വൻ ഖദീറാ. ഇവിടെ അള്ളാഹുവിന്റെ 2 വിശേഷണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അഫ്വ്, 2 ഖദീർ. എന്താണെന്നറിയോ? അഫ്വ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ മാപ്പ് തരും, അല്ലാഹ് മാപ്പ് തരും. പക്ഷെ അതിന് തൊട്ടുടനെ പറഞ്ഞ എന്താണെന്നറിയോ? ഖദീറ, അവൻ കഴിവുള്ളവനുമാണ്. നീ പൊട്ടനാണെന്ന് കരുതരുത് പടച്ചോയ്. ചിലരോ ധരിക്കും, ചിലരോ ക്ഷമിക്കും, നീ ധരിക്കും മൂടന. വില്ലിന്റെ പിറകോട്ടുള്ള നീക്കം എന്തിനാ? റോട്ടെ നടന്നു പോകുന്ന ഒരുത്തന്റെ മുമ്പിൽ ചെന്നിട്ട് എന്റെ വാപ്പ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ തന്ത എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവനെ ഇടിച്ച് കവളിൽ ഒരു കുത്തി, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒന്ന് ആക്ഷേപിച്ചു. അപ്പൊ മിണ്ടാതെ നടന്നുപോയി, മിണ്ടാതെ പോയി. നമ്മൾ കരുതുന്നത് എന്താണ്? മണ്ടൻ, എന്നെ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആശ്വസിക്കും. കാരണം എന്താണ്? എടാ ഇത്രയും തന്തയ്ക്ക് വിളിച്ചിട്ട് ഇത്രയും അടി കൊടുത്തിട്ട് അവൻ മിണ്ടാതെ പോകുന്നുണ്ടോ? അവിടെയാണ് പറഞ്ഞത് അവൻ മാപ്പ് തന്നു. പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം, അവന് തിരിച്ചടിക്കാനുള്ള കഴിവുമുണ്ട്. അതാണ് പറയുന്നത്, ചിലരോ ക്ഷമിക്കും, നീ ധരിക്കും മൂടന. വില്ലിന്റെ പിറകോട്ടുള്ള നീക്കം എന്തിനാ? അമ്പെടുത്ത് വില്ലിൽ വെച്ചിട്ട് ഇങ്ങനെയല്ലേ പിടിക്കുന്നത്, അല്ലാതെ അങ്ങോട്ട് വെച്ചോണ്ട് അങ്ങോട്ടല്ലേ അടിച്ചു കൊടുക്കണം, എങ്കിൽ മോന്ത കയറൂലേ? അപ്പൊ ഇങ്ങനെ പിടിക്കുക. അപ്പൊ വില്ലിന്റെ പിറകിലോട്ടുള്ള നീക്കം എന്തിനാണ്? ശക്തമായി മുന്നോട്ട് വരാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ അഫുവെന്ന് പറഞ്ഞ് അവൻ എല്ലാം കണ്ണടയ്ക്കും. എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്റെ റബ്ബ് അഫുവല്ലേ, അഫുവ് ചെയ്യുന്നവനല്ലേ എന്ന് പറയും. നടക്കരുത്. കാരണം അടുത്തല്ല പറഞ്ഞത് ഖദീറ, അവ ഇതിനൊക്കെ കഴിവുള്ളവനാണ്. ഏത്? നിന്നെ വരച്ച വരയിൽ നിർത്താനുള്ള കഴിവുള്ളവനാണ് അല്ലാഹ്. അല്ലാഹ്ക്ക് കഴിവുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് കാണാത്ത റബ്ബിനെ എന്തിനാണ് ആരാധിക്കുന്നതെന്ന് ചോദിച്ച സമൂഹത്തിന്റെ മുമ്പിൽ കാണാത്ത വൈറസിന്റെ പേരിൽ എന്തിനാണോ മുഖാവരണം വെക്കുന്നത്? എന്തിന്? കാണാത്ത ദൈവത്തെ എന്തിനാരാധിക്കുന്നെന്ന് ചോദിച്ചു. അവന്റെ മുമ്പിൽ അള്ളാഹു ഒരു വൈറസിനെ ഇറക്കി വിട്ടു. അത് ചൈനയിലെ വുഹാനിലെ ഏതോ ഒരു ചന്തയിലെ മാർക്കറ്റിലെ മീൻ കച്ചവടക്കാരിയുടെ മീൻകുട്ടയിൽ നിന്ന് പുറത്തു വന്നു എന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹുവിന്റെ പട്ടാളം അങ്ങനെയാണ്. ചിലപ്പോ മീൻകാരിയുടെ കുട്ടയിൽ നിന്ന് പുറത്തു വരും, ഇല്ലെങ്കിലോ മരച്ചില്ലയിലെ തേനീച്ച കൂട്ടിൽ നിന്ന് പുറത്തു വരും തേനീച്ചയായിട്ട്. ചിലപ്പോൾ അടുപ്പിൽ നിന്ന് വെള്ളമായി പുറത്തു വരും. നൂഹ് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചതുപോലെ അള്ളാഹ്ക്ക് പല കഴിവുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അവൻ ഖദീറാണ്, അവൻ കഴിവുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് പടച്ചവൻ മാപ്പ് തരുമെന്ന് പറഞ്ഞിട്ട് എക്കാലവും റബ്ബിനെ പറ്റിക്കാൻ വേണ്ടി തീരുമാനിക്കരുത്. അവൻ പറഞ്ഞത് അഫ്വ് എന്നാണ്.
അഫ്വ് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്തിനേക്കാൾ ഒരുപടി മുന്നിലാണ്. നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട അല്ലാഹുമ്മ നീ എനിക്ക് മഗ്ഫിറത്ത് തരണേ അല്ലാ എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് എന്ത് ചോദിക്കണം? നീ അഫ്വ് തരണേ അല്ലാ. എന്താ കാര്യം? ഒരു ദിവസം മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ മിമ്പറിൽ നിൽക്കുകയാണ്. മദീനയുടെ മിമ്പറിൽ കയറി നിൽക്കുമ്പോ തൊട്ടു മുന്നിൽ ആരാ? സഹാബത്തിന്റെ നീണ്ട നിരയാ. അതിൽ നിന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ഹബീബ് മിമ്പറിൽ കയറി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. പൊട്ടി പൊട്ടി റസൂലുള്ള കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, എന്റെ മുത്ത് കരഞ്ഞത്? എന്റെ മുത്തിനെന്താ പറ്റിയത്? അല്ലാഹുവിന്റെ ഹബീബിന് എന്താ സംഭവിച്ചത്? മിമ്പറിൽ നിന്നുകൊണ്ട് ഏങ്ങി ഏങ്ങി കരയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കരച്ചിൽ അടക്കി പിടിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ ഉമ്മത്തെ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ സഹാബ. എന്താ ചോദിക്കേണ്ടത്? അൽ അഫ്വ വൽ ആഫിയ, അൽ അഫ്വ വൽ ആഫിയ. ഒന്ന് ദുനിയാവിലത്തെ കാര്യം, മറ്റൊന്ന് ആഖിറത്തിലെ കാര്യമാ പറഞ്ഞത്. ദുനിയാവ് വേണ്ട, എനിക്ക് ദുനിയാവൊന്നും വേണ്ട. ഏതോ ഒരു മലമടക്കിൽ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞ് ഒരു പുത്തൻ ചിന്താഗതി മനസ്സിന്റെ എവിടെയോ കോളിളക്ക സൃഷ്ടിച്ചപ്പോ, സഹോദരങ്ങളെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മലമടക്കിൽ ചെന്ന് കട്ടം ബീഡിയും വലിച്ച് പച്ചക്കുപ്പായവും ധരിച്ചിട്ടിരിക്കുന്നവനല്ല മുസ്ലിം. പിന്നെ ആരാ മുസ്ലിം എന്ന് പറഞ്ഞാൽ? ആനോട്ടുകാവില് ജീവിക്കടാ, എന്നിട്ട് അയൽവാസിയോട് കാരുണ്യം കാണിക്കടാ, എന്നിട്ട് കടമകൾ തീർക്കടാ. ഇന്നലി ഐനികാലൈക ഹഖ, നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്, രാത്രി കിടന്നുറങ്ങടാ. ഇന്നലി ജസദികാലൈക ഹഖ, നിന്റെ ശരീരത്തോടൊരു ബാധ്യതയുണ്ട്, കോവിഡ് പോലുള്ള മഹാമാരികൾ സൂക്ഷിക്കടാ. ഇന്നലി സൗജികാലൈക ഹഖ, ആനോട്ടുകാവ് പള്ളിയിൽ ചെന്ന് പാതിരാത്രി എഴുത്തിക്കാപ്പിരിക്കലല്ല, ഭാര്യയ്ക്ക് നിനക്ക് കൊടുക്കാനുള്ളത് കൊടുക്കടാ, നീ മുസ്ലിമാണ്. ഇന്നലി ഐനികാലൈക ഹഖ, ഇന്നലി ജസദികാലൈക ഹഖ, ഇന്നലി സൗജികാലൈക ഹഖ, ഇന്നലി സൗരികാലൈക ഹഖ. ആരും കാണാതെ ഏതോ ഒരു പ്രൈവറ്റ് റൂമിനകത്ത് ഇരുന്നിട്ട് ആളുകൾ വരുമ്പോൾ ടോക്കൺ കൊടുത്തിട്ട് ഇപ്പൊ കാണാൻ വലിയ പ്രയാസമാണ്. അദ്ദേഹം അകത്തങ്ങനെ ഇരിക്കുകയാണ്, ഇപ്പൊ അങ്ങോട്ട് കാണാൻ പറ്റൂല. പോടാ, നിന്റെ പണി നോക്കിയിട്ട് എന്റെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കടകടഞ്ഞിട്ടില്ലടോ, പിന്നെ നബികളെക്കാളും വലിയ ആളാണോ ഇരിക്കുന്നത്? ഇന്നലെ സൗരികാലൈക ഹഖ, എന്റെ മുത്തു പറഞ്ഞതെന്താണ്? നിന്നെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിനോട് നിനക്ക് ബാധ്യതകളുണ്ട്. ആരെങ്കിലും കാണാൻ വരുമ്പോ കഥ കൂടച്ചകത്തിരുന്നിട്ട് അനുയായികൾ പറയുന്നു, മൂപ്പരപ്പ കാണാൻ പറ്റൂല. ഓ, അത്രയും വലിയ ആളാ, മൂപ്പരാണോ കോവിഡ്, കാണാൻ പറ്റാത്ത സാധനം. എന്റെ ഹബീബിന്റെ വീട്ടിന്റെ മുമ്പിൽ വാതിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല, ഏത് സമയത്ത് കടന്നു പോകാം. അതിനേക്കാളും വലിയൊരു ലോകത്ത് നേതാവില്ലല്ലോ. ഇന്നലി സൗരികാലൈക ഹഖ, നിന്നെ കാണാൻ വരുന്നവരോട് നിനക്ക് ബാധ്യതയുണ്ട്. ഈ ആനോട്ടുകാവിലുള്ള മുസ്ലിമേ, നീ മുസ്ലിമാണോ? നീ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ? ആരാ പറയേണ്ടത്? നിന്റെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ഹിന്ദു, അവൻ പറയണം നീ മുസ്ലിമാണെന്ന്, നീ നല്ലവനാണെന്ന്. അവൻ പറയണം, നബിയെ ഞാൻ മുസ്ലിമാണോ, ഞാൻ സ്വർഗാവകാശിയാണോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ നല്ലവനാണോ എന്ന് ചോദിച്ചയാളോട് അത് ഞാനല്ല പറയേണ്ടത്, പറയേണ്ടതിന്റെ അയൽവാസിയാണ്. അവൻ നീ നല്ലവനാണെന്ന് പറഞ്ഞ നീ നല്ലവനാണ്, അയൽവാസി മുസ്ലിമാകണമെന്നില്ല. തൊട്ടപ്പുറത്തുള്ള ഹിന്ദു പറയുന്നു നീ നല്ലവനാണ്, എങ്കിൽ നീ നല്ലവനാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ താമസിക്കണം, ജനങ്ങളുടെ ഇടയിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാവുക. അപ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാവുക. അല്ലാതെ ഏതോ മലമടക്കിൽ പോയിട്ട് കഴിയലല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ. ജനങ്ങളോടുള്ള ബാധ്യതകൾ വീട്ടിലാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഫ്വ് എന്ന് പറയുന്നത് ഈ മഗ്ഫിറത്ത് എന്ന് പറയുന്നതിനേക്കാൾ മുകളിലാണ്. അതുകൊണ്ടാണ് ദുനിയാവും ആഖിറവും ചോദിക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. മിമ്പറിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് കരയുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നബി തങ്ങൾ കരച്ചിൽ അടക്കി പിടിച്ചിട്ട് പറയുകയാണ്, സലുല്ലാഹ അൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ രണ്ട്
കാര്യങ്ങൾ ചോദിക്കണം. ഒന്ന് ദുനിയാവിൻ്റെതാണ്, മറ്റൊന്ന് ആഖിറത്തിൻ്റെതാണ്. ഏതാണ് ദുനിയാവിൻ്റെത്, ആഖിറത്തിൻ്റെത്? അൽ അഫ്വ. അല്ലാഹ് രണ്ടാമത് ചോദിക്കേണ്ടത് വൽ ആഫിയ, ഭൗതിക ലോകത്തെ ഈ ദുനിയാവിലെ ശാരീരിക ആരോഗ്യം, ആഫിയത്ത് വേണം, ഉണ്ടെങ്കിൽ ഈ ബാത്തെടുക്കാൻ പറ്റുള്ളൂ. ചോദിക്കാൻ പറഞ്ഞു. ആഖിറത്തില് പിന്നെ ആരോഗ്യത്തിന്റെ ആവശ്യമില്ല, അത് വേറൊരു ലെവലും വേറൊരു ലോകവുമാണ്. ആഖിറത്തിൽ ആവശ്യമായത് എന്താണ്? അഫ്വ്, റബ്ബിന്റെ അഫ്വ്. ഇത് രണ്ടും ചോദിക്കണം. നിങ്ങൾ മഗ്ഫിറത്തിനേക്കാൾ വിശാലമാണ് അഫ്വ്. എന്താ മഗ്ഫിറത്ത് എന്ന് അറിയോ? കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തുൻ നിസായിൽ അല്ലാഹ് പറഞ്ഞത്, ഇന്നല്ലാഹ കാന അഫ്വൻ ഖദീറാ. അല്ലാഹു അഫ്വാണ്. നിങ്ങൾ ചെയ്ത പാപങ്ങളെ അല്ലാഹു പൊറുക്കുക മാത്രമല്ല, അതിന് അല്ലാഹുവിന്റെ മാലാഖമാരുടെ ഏതിൽ നിന്ന്, കർമ്മ പുസ്തകത്തിൽ നിന്ന്, റെക്കോർഡ് പുസ്തകത്തിൽ നിന്ന് തന്നെ അല്ലാഹു ആ ഡയറിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുന്നതാണ്. പക്ഷേ എന്ന് കരുതി കിട്ടിയ കാലവും അല്ലാഹനെ പറ്റിക്കാമെന്ന് കരുതല്ലേ. കാര്യം എന്താണ്? അല്ലാഹു ഖദീറാ, ഖദീറുമാണ്. ഈ ശിക്ഷ നടപ്പിലാക്കാൻ കഴിവുള്ളവനുമാണ്, ഖുദ്റത്തുള്ളവനാണ്. ദാ വരുന്ന 3 മാസം കഴിഞ്ഞാൽ പരിശുദ്ധമായ റമളാൻ, പരിശുദ്ധ റമളാൻ. ആത്മാർത്ഥമായിട്ട് ദുആരക്കി. കഴിഞ്ഞ 2 റമളാനും നമുക്ക് ഫലപ്രദമാക്കാൻ കഴിഞ്ഞില്ല. 2 റമളാനും ഫലപ്രാപ്തിയിൽ നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനിലൊക്കെ എന്തായിരുന്നു നമ്മുടെ പള്ളികൾ? എത്ര ആവേശമായിരുന്നു നമുക്ക്. പള്ളി കഴിഞ്ഞ വർഷം ഭാഗികമായി തുറക്കപ്പെട്ടു, അതിന് മുമ്പിലത്തെ വർഷം പൂർണ്ണമായി അടച്ചിട്ടു. ഈ വർഷം റമളാനിൽ എന്താകുമെന്ന് ഒന്നും അറിയില്ല. അല്ലാഹുവേ, അവന്റെ ഖുദ്റത്ത് കൊണ്ട് നമ്മളെ ഈ അനുഗ്രഹീത റമളാനിലെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തിയില്ലെങ്കിൽ തലമുറയുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇന്ന് തന്നെ എന്തിന് പള്ളി, എന്തിന് നോമ്പ്, എന്തിന് ഹജ്ജ് എന്ന് ചോദിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെട്ടു. വളരെ സങ്കടമാണ്, വളരെ 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 വേദനിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ മാറിപ്പോയി, അവരുടെയൊക്കെ മതത്തിൽ നിന്നവർ ബഹുദൂരം സഞ്ചരിച്ചിരിക്കുന്നു. നന്നാക്കാൻ നോക്കിയാലും നടക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെത്തപ്പെട്ടു. ഈ ഒരു റമളാനും കൂടെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? റമളാനാണ്. നമ്മള് റമളാനിലാണ് നമ്മുടെ ചാർജ്. അങ്ങോട്ട് പള്ളി കയറാത്തവനും പള്ളി കയറുന്നത് അപ്പോഴാണ്. ഇന്നലെ ഒരു കള്ളകുടിയൻ മദ്യപാനിയോട് പറയാൻ, ഞാൻ നല്ല കുടിക്കുമായിരുന്നു ഉസ്താദെ, പക്ഷെ ശഅബാൻ 15 എത്തി കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം ഞാൻ കുടിക്കില്ല. റമളാന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. വയറൊക്കെ ഒന്ന് കഴുകി റാഹത്തായി, ആ ഉള്ളതൊക്കെ വിയർത്തു പോയി നല്ല റാഹത്തായി റമളാനെ സ്വീകരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അതുകൂടി നിർത്തുവോ? ഇല്ല, പിന്നെ ശവ്വാൽ 15 വീണ്ടും തുടങ്ങും. ശവ്വാൽ 15 വീണ്ടും തുടങ്ങും. അപ്പൊ കുടിക്കുന്ന മദ്യപാനികൾ പോലും അവർ റീചാർജ് ചെയ്യുന്ന റമളാനിലാണ്. അവർക്ക് നല്ല ചാർജ് കിട്ടുന്ന റമളാനിലാണ്. എല്ലാവരും നോമ്പ് പിടിക്കും, എല്ലാവരും നല്ല ഇബാദത്താണ്, ഖത്ം ഓതുന്നു. ഖുർആൻ ഏറ്റവും കൂടുതൽ ഖത്ം വിശ്വാസികളും നല്ല ഇബാദത്തുള്ളവരും ഒക്കെ കൂടുതൽ ഖത്ം ചെയ്യുന്നത് പരിശുദ്ധ റമളാനിലാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കേൾപ്പിക്കുമായിരുന്നു വിശുദ്ധ ഖുർആൻ. റമളാനിലെ വഫാത്താവുന്ന സമയത്ത് 2 തവണ ഓതി കേട്ടു. നിങ്ങൾ നോക്ക്, ഈ റമളാൻ നമ്മളെ വീടുകളിലായി. വീട്ടിൽ എത്ര ചെയ്യും? വീട്ടില് സുബഹി നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്നതൊക്കെ ഉടുത്തുകൊണ്ട് കിടക്കുന്ന മുണ്ടെടുത്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, അല്ലേ? ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുന്ന, കുട്ടികളെ എടുക്കുന്ന, നിലത്തിരിക്കുന്ന, അവിടെ പോകുന്നു ഇവിടെ പോകുന്ന ആ മുണ്ടെടുത്ത് തന്നെ നിസ്കരിക്കുന്നത്. പള്ളിയിലാവുമ്പോഴോ നല്ല വസ്ത്രം ധരിച്ച്, നല്ല അത്തർ പൂശി, വൊളൂ ചെയ്ത്, പരിശുദ്ധമായ നമസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള റവാത്തിബ് നിസ്കരിച്ച്, സുന്നത്ത് നിസ്കരിച്ച്, വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒക്കെ കണ്ട്, മക്കളെ ചുമരി റാഹത്തായിട്ടുള്ള ഒരു അവസ്ഥയാണ് പരിശുദ്ധമായ പള്ളികളിലുള്ളത്. റമളാനിൽ നമ്മൾ വീടുകളിലായി കഴിഞ്ഞാൽ ആകെ ഒരു സങ്കടം തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായി ദുആരക്കും. അള്ളാഹു നമുക്ക് ഈ റമളാനിലെങ്കിലും പൂർണ്ണമായി ഇബാദത്ത് എടുക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്താ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല. ഏതായിരുന്നാലും ഒരു നല്ല അവസ്ഥ തന്നെ പടച്ച തമ്പുരാൻ നമുക്ക് തരട്ടെ. ഈ റമളാനിൽ കടന്നു വന്നാൽ റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഒരു രാവാണ്. ഏത് രാവ്? 27 രാവാണ്. 27 രാവ് ചോറ് വയ്ക്കുന്ന ദിവസം.
ലൈലത്തുൽ ഖദറിന്റെ അത് 27 അല്ല, 27 അഭിപ്രായങ്ങൾ പലതുള്ളതിൽ ഒരഭിപ്രായം മാത്രം. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബലഹീനമായ അഭിപ്രായങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളത് 27 രാവെന്നാണ്. 21-ാം രാവിൽ പ്രതീക്ഷിക്കാം, 23-ൽ പ്രതീക്ഷിക്കാം, 25-ൽ പ്രതീക്ഷിക്കാം, 27-ൽ പ്രതീക്ഷിക്കാം. എന്താ 27-ന് മാത്രം എത്ര പ്രാധാന്യം എന്നറിയോ? 29 ഒരാർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഈ നോമ്പ് 28 മുതൽ അങ്ങോട്ട് തുടങ്ങാം നമ്മുടെ പർച്ചേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ 27-ന് ഒന്നിട്ട് ഹയാത്താക്കി തീർക്കണം. ഒന്ന്. രണ്ടാമത് ഖത്മോതുന്ന പള്ളികളിലൊക്കെ കൈമടക്ക് കൊടുത്തു വിടേണ്ട സമയമാണ് 27. മറ്റൊന്ന്, ഈ 27-ാം രാവിന്റെ പ്രത്യേകതയായി മനസ്സിലാക്കുന്നത് പണ്ട് കാലം മുതൽ തന്നെ 27-ാം രാവ് അങ്ങനെ ഒരു പബ്ലിസിറ്റി കിട്ടിപ്പോയി. പക്ഷേ നമ്മൾ അറിയണം, 27-ാം രാവ് ഹയാത്താക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ അലംഭാവത്തോടെ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 29-ാം രാവ് വരുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കൂല. ലൈലത്തുൽ ഖദർ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ അന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ അന്ന് ലൈലത്തുൽ ഖദർ ആക്കിയിരിക്കും. നമ്മൾ പറയും ഇന്ന് ഒരു ഇല അനങ്ങിയിട്ടില്ല, ഒരു പട്ടി കുരച്ചിട്ടില്ല, നല്ല രസമായിരുന്നു, AC പോലെയായിരുന്നു അന്തരീക്ഷം എന്നൊക്കെ നമ്മൾ പറയും. ചൂട് കാരണം നിൽക്കാൻ ഉണ്ടാവൂല അന്ന്. പക്ഷെ എന്നാലും നമ്മൾ പറയും, നമ്മൾ നിർവൃതി അടയാൻ ഇന്നായിരുന്നു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ട്. എന്നോ ആവട്ടെ, ഇതെന്നാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവസാനത്തെ 3-ാമത്തെ 10-ല് നമ്മൾ ഒരു ദുആ അധികം ചൊല്ലാറുണ്ട്. അതേതാ? നമ്മൾ സാധാരണ ഈ റമളാനില് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ആദ്യത്തെ 10-ൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ 10-ൽ അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ 10-ൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാരി വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇത് പറയുന്നതോടൊപ്പം 3-ാമത്തെ 10-ൽ മാത്രം നമ്മൾ പറയുന്ന ഒരു ദുആ ഉണ്ട്. അതേതാ? ആ ദുആയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ചോദിച്ചതാരാണെന്ന് ചിന്തിക്കണേ. പള്ളിയിൽ വരുന്നവർക്ക് മാത്രമല്ല ഈ വിഷയമുള്ളത്, വീട്ടിലിരിക്കുന്നവർക്കും 27-ാം രാവായാലും 21-ാം രാവായാലും 23-ആയാലും 5-ആയാലും 9-ആയാലും ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകൾ ഹയാത്താക്കേണ്ടത് പള്ളിയിൽ വരുന്നവര് മാത്രമല്ല, വീടുകളിൽ കഴിയുന്നവർ കൂടിയാ. കാരണം ഈ ഏറ്റവും സുപ്രധാനമായ ചോദ്യം ചോദിച്ചത് പള്ളിയിൽ വരുന്ന അബൂബക്കർ എന്ന വാപ്പയല്ല, ഉമർ എന്ന് പറയുന്ന വാപ്പാന്റെ കൂട്ടുകാരനല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറയുന്ന വാപ്പാന്റെ മറ്റൊരു കൂട്ടുകാരനല്ല. ആരായി സംശയം ചോദിച്ചതെന്നറിയോ? അബൂബക്കറിന്റെ പൊന്ന് അറിയില്ലല്ലോ എന്നാണെന്ന്. അള്ളാന്റെ തിരുദൂതരെ, എന്നാണെന്ന് അറിയില്ല, പക്ഷേ ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ആ രാവിൽ ഞാൻ എന്താ പറയേണ്ടത് നബിയെ? ചോദിച്ചത് വീട്ടിലിരിക്കുന്ന ഭാര്യയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ആനോട്ടുകാവ് പള്ളിയിലുള്ള ആണുങ്ങൾക്ക് മാത്രമല്ല ബാധകമാകുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങൾ വീടുകളിൽ കഴിയുമ്പോൾ നിങ്ങൾക്കും അത് ബാധകമാണ്. ആയിഷ ബീവി എന്ന നിങ്ങളുടെ പ്രതിനിധിയാണ് ചോദിച്ചത്, ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിൽ ഞാൻ എന്താണ് പറയേണ്ടത് നബിയെ, ഒന്ന് പഠിപ്പിച്ചു തരുവോ? ആയിഷ, നീ പറയണേ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രയാസമുള്ളതൊന്നുമല്ല. നിങ്ങൾ പഠിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ മാപ്പ് കൊടുക്കുന്നവനെന്നല്ല, നീ മാപ്പ് തന്നെയാണ്.